ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒട്ടും കയ്പില്ലാത്ത നല്ല രുചിയുള്ള ഒരു പാവക്കക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്ക് പോലും കയ്പില്ലാത്ത പാവക്കക്കറിയായതുകൊണ്ട് നല്ലപോലെ ഇഷ്ടപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ചെയ്യണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാവക്ക എടുത്തിട്ടുണ്ട്. അത് നേരിയതായി വട്ടത്തിൽ മുറിച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പാവക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നേരിയതായി മുറിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. 2 ഭാഗവും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. പാവക്ക മുഴുവൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു സവാള നേരിയതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 കഷ്ണം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി കൈപ്പക്ക ഫ്രൈ ചെയ്ത് വെച്ചതിലേക്ക് തന്നെ കോരിയെടുത്ത് മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് തന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായി മുറിച്ചതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാള നല്ലപോലെ വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ചിരകിയ തേങ്ങ 2 പിടി, ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളറാവുന്ന വരെ വറുത്തെടുക്കുക. ഇതുപോലെ വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്താൽ ഇതുപോലെ മുരിഞ്ഞ് വരും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണം. പച്ചമണമെല്ലാം മാറി ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കണം. ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോകും. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു സവാള നേരിയതായ അരിഞ്ഞതും തക്കാളി ചെറുതായി മുറിച്ചതും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് സവാളയും ഉള്ളിയും വേവിച്ചെടുക്കണം. തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെന്ത സവാളയും തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച തേങ്ങ ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് പുളിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്ര പുളി വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് കൊടുത്ത് മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഉപ്പും പുളിയെല്ലാം ഈ സമയത്ത് നോക്കാം. ഇനി ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് അടച്ച് വെച്ച് എണ്ണ തെളിയുന്നവരെ വേവിച്ചെടുക്കണം. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പാവക്ക ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒട്ടും കയ്പില്ലാത്ത നമ്മുടെ പാവക്ക കറി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക് യു.